നമസ്കാരം. ഇസ്രയേലും ഗാസയും തമ്മിലുള്ള യുദ്ധം, റഷ്യയും യുക്രൈനും തമ്മിലുള്ള പോരാട്ടം, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം, അവിടെയെല്ലാം കൊല ചെയ്യുന്നതും മരിച്ചു വീഴുന്നതും ശത്രുരാജ്യങ്ങളിലെ സേനാവിഭാഗങ്ങളിൽപ്പെട്ടവരോ സാധാരണക്കാരായ ആളുകളോ ആണ്. എന്നാൽ ഒരേ രാജ്യത്തെ ആളുകൾ പരസ്പരം കൊല്ലുകയും ചാവുകയും ചെയ്യുന്ന ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ നിന്നും പുറത്തു വരുന്നത്. കഴിഞ്ഞ 2.5 വർഷത്തിനിടെ 1.5 ലക്ഷത്തിലധികം ആളുകളാണ് ഈ വിധം കൊല ചെയ്യപ്പെട്ടത്. 1,20,00,000-ലേറെ ആളുകൾ ആണ് പലായനം ചെയ്തത്. 5 കോടിയോളം വരുന്ന സുഡാനിൽ 95% ആളുകളും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്. എന്നിട്ടും എന്തിനാണ് തങ്ങളെ ആട്ടിപ്പായിക്കുന്നത്? എന്തിനാണ് തങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നത്? എന്തിനാണ് ഞങ്ങളുടെ രക്ഷിതാക്കളെ അതിക്രൂരമായി കൊല ചെയ്യുന്നത് എന്ന് സുഡാനിലെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. കഴിഞ്ഞ 3 ദിവസത്തിനിടെ മാത്രം 2000-ലധികം ആളുകൾ ആണ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്യുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നു. അതിൻ്റെ കാരണമെന്ത് എന്ന് സുഡാനിലെ സാധാരണക്കാരായ ആളുകൾക്ക് അറിയാം. സുഡാനിലെ സൈനിക വിഭാഗമായ SAF-ഉം ഒരു കാലത്ത് സൈന്യത്തിൻ്റെ തന്നെ ഭാഗമായ ഇപ്പോൾ വിമതസേനയായിട്ടുള്ള RSF-ഉം തമ്മിലാണ് ഈ പോരാട്ടം നടക്കുന്നത്. ആ പോരാട്ടമാകട്ടെ അധികാരത്തിന് വേണ്ടിയുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് കേരളപ്പിറവി ദിനമായിരുന്നു. ഇന്ന് ചരിത്രപരമായ ഒരു നേട്ടത്തിലേക്ക് കേരളം, യുഗപ്പിറവിയിലേക്ക് കേരളം കാലൂന്നിയ ദിവസം കൂടിയാണ്. അതിദാരിദ്ര്യമുക്ത ദിനമായി ഇന്ന് മാറിയിരിക്കുന്നു. ഇതേ കേരളപ്പിറവി ദിനത്തിലാണ് കേരളത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള സുഡാനിൽ നിന്നുള്ള ആ ദൃശ്യം പ്രേക്ഷകർ കണ്ടത്. പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂട്ടി സൂചിപ്പിച്ചതുപോലെ വിശപ്പിനേക്കാൾ വിലയുള്ള മറ്റൊന്നുമില്ല ലോകത്ത്. ന്യൂസ് അറ്റ് 9 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കട്ടെ, കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു. പുതുയുഗപ്പിറവിയിൽ കേരളം രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം. പ്രഖ്യാപന ചടങ്ങ് ആഘോഷമാക്കി സർക്കാർ. മനുഷ്യന്റെ ഇച്ഛാശക്തിയും സാമൂഹിക ഇടപെടലും കൊണ്ട് ചെറുത്തു തോൽപ്പിക്കാവുന്ന ഒരവസ്ഥയാണ് അതിദാരിദ്ര്യം എന്നത്. ഈ നാടിന്റെ ആകെ സഹകരണത്തോടെയാണ് ആ ദുരവസ്ഥയെ നാം ചെറുത്തു തോൽപ്പിച്ചിരിക്കുന്നത്. തലസ്ഥാനത്തെ പൊതുപരിപാടിയിൽ മുഖ്യാതിഥിയായി മമ്മൂട്ടി. ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടെങ്കിലും വിശക്കുന്ന വയറിന് മുമ്പിൽ ഒരു വികസനത്തിനും വിലയില്ല. ആ വയറുകൾ കൂടെ കണ്ടു തന്നെയാണ് വികസനങ്ങൾ നമ്മൾ കാണേണ്ടതും പൂർത്തീകരിക്കേണ്ടതും. ഇന്നിവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സന്തോഷം അതിന്റെ മാതൃകയാകട്ടെ, ആരംഭമാകട്ടെ. സർക്കാർ പരിപാടിക്ക് ആളെ എത്തിക്കാൻ കോട്ട നിശ്ചയിച്ച തദ്ദേശ വകുപ്പ് ഉത്തരവ് വിവാദത്തിൽ. സർക്കാരിൻ്റേത് PR തട്ടിപ്പെന്ന് പ്രതിപക്ഷം. പുനപ്ര സൗത്ത് പഞ്ചായത്ത് പാരക്കേടൻ പാടശേഖരം, അതായത് 90 ഏക്കറാണ് ഈ പാടശേഖരമുള്ളത്. അതിനു ചുറ്റുമുള്ള വീടുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു വീടിന്റെ മുൻഭാഗം മുഴുവൻ നെല്ല് സംരക്ഷിക്കുന്നതിന് വേണ്ടി കർഷകർ കൂട്ടിയിട്ടിരിക്കുന്നത്. കർഷകരോഷം കനത്തതോടെ നെല്ല് സംഭരണത്തിൽ അതിവേഗ നടപടിയുമായി സർക്കാർ. കുട്ടനാട്ടിലെ 2 മില്ലുകളും ആയി ധാരണയിലെത്തിയതായി മന്ത്രി. നെല്ല് സംഭരണം തുടരുന്നു. രാപ്പകൽ സമരം അവസാനിപ്പിച്ച ആശമ. 266 ദിവസത്തെ പ്രതിഷേധം അവസാനിപ്പിച്ചത് ഓണറേറിയം 1000 രൂപ കൂട്ടിയതിനെ തുടർന്ന്. ജില്ലാ കേന്ദ്രങ്ങളിൽ സമരം തുടരും. രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പം വേദി പങ്കിടാൻ വിസമ്മതിച്ച് VD സതീശൻ. ആശാ സമരവേദിയിൽ നാടകീയ രംഗങ്ങൾ. UDF നേതാക്കൾ ഇടപെട്ട് രാഹുലിനെ മാറ്റി. പ്രതിപക്ഷ നേതാവ് പോയതോടെ രാഹുൽ വീണ്ടും സമരപ്പന്തലിൽ എത്തി. കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിട്ടത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം, അല്ലെങ്കിൽ പെണ്ണാകണം. ഇത് രണ്ടും കെട്ട ഒരു മുഖ്യമന്ത്രിയെയാണ് നമുക്ക് കിട്ടിയത് എന്നാണ്
നമ്മുടെ അപമാനം. മുഖ്യമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി PMA സല. മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി. അതുകൊണ്ടാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്നും ആക്ഷേപം. ബീഹാറിൽ പോരാട്ടം അവസാന ലാപ്പിലേക്ക്. ആദ്യഘട്ട പ്രചാരണം അവസാനിക്കാൻ ഇനി 3 നാൾ. ദേശീയ നേതാക്കളെ ഇറക്കി പ്രചാരണം കൊഴുപ്പിച്ച് മുന്നണികൾ. നാളെ പട്നയിൽ മോദിയുടെ റോഡ് ഷോ. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ അറസ്റ്റിൽ. സുധീഷ് കുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. സുധീഷ് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന് കണ്ടെത്തൽ. ഹിജാബ് വിവാദത്തിൽ താമരശ്ശേരി ബിഷപ്പിനും എറണാകുളം സെന്റ് റീത്ത സ്കൂളിനും ഭീഷണിക്കത്ത്. സ്കൂളുകളിൽ ബാങ്ക് വിളിക്കാനും നിസ്കരിക്കാനും സൗകര്യമൊരുക്കണമെന്നാവശ്യം. കത്ത് PFIയുടെ പിന്തുടർച്ചക്കാരെന്ന് അവകാശപ്പെടുന്ന IDFIയുടെ പേരിൽ. കുരുതിക്കളമായി സുഡാൻ. ആഭ്യന്തര കലാപത്തിൽ 3 ദിവസത്തിനിടെ കൊല്ലപ്പെട്ടത് 2000-ഓളം പേർ. സ്ത്രീകളെ കൂട്ടക്കൊല ചെയ്യുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ആണവായുധ പരീക്ഷണം പുനരാരംഭിക്കുമെന്ന് ആവർത്തിച്ച് അമേരിക്ക. അവർ ചെയ്താൽ ഞങ്ങളും ചെയ്യുമെന്ന് റഷ്യയെ ലക്ഷ്യം വെച്ച ഡൊണാൾഡ് ട്രംപ്. റഷ്യ ചൈന US നീക്കങ്ങൾ ശീതയുദ്ധ സാഹചര്യം ആവർത്തിക്കുമോ എന്ന് ആശങ്ക. ടെന്നീസിൽ നിന്ന് വിരമിച്ച് രോഹൻ ബൊപ്പണ്ണ. കോർട്ടൊഴിഞ്ഞത് 2 ഗ്രാൻഡ് സ്ലാം ഡബിൾസ് നേടിയ ഇതിഹാസ താരം. മത്സരത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ ശ്രേയസ് അയ്യർ ആശുപത്രി വിട്ടു. ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. വനിതാ ലോകകപ്പിൽ നാളെ കലാശ പോരാട്ടം. ഇന്ത്യയുടെ എതിരാളികൾ ദക്ഷിണാഫ്രിക്ക. കേരളപ്പിറവി ദിനമായ ഇന്ന് ചരിത്ര പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അങ്ങനെ കേരളം അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയിലായിരുന്നു ഈ പ്രഖ്യാപനം നടത്തിയത്. നിയമസഭയിൽ ചട്ടം 300 അനുസരിച്ച് നടത്തിയ പ്രസ്താവനയിലൂടെയായിരുന്നു കേരളം ഈ ചരിത്രപരമായ നേട്ടത്തിലേക്ക് ഉയർത്തപ്പെട്ടത്. സർക്കാരിൻ്റേത് തട്ടിപ്പാണ് എന്നാരോപിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. തട്ടിപ്പ് പ്രതിപക്ഷത്തിന്റെ ശീലമെന്നായിരുന്നു സഭയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി. കേരളത്തിലെ ജനങ്ങളോട് ഇന്ന് ഈ പ്രഖ്യാപനം നടന്ന സമയത്ത് ഈ സഭയിൽ അംഗമായിരിക്കാൻ കഴിയുന്നു എന്നത് മുഴുവൻ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും അഭിമാനകരമായിരിക്കും എന്നതിൽ എനിക്കുറപ്പുണ്ട്. ഈ സഭയുടെ പൊതുവായ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കട്ടെ, കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു. പുതിയ ഒരു മാതൃക കൂടി രാഷ്ട്രത്തിന് മുൻപാകെ നാം സമർപ്പിക്കുകയാണ്. ഇത് പുതുയുഗ പിറവി എന്ന മുഖ്യമന്ത്രി, ലോകോത്തരമായ ചരിത്ര മുഹൂർത്തമെന്ന സ്പീക്കർ AN ഷംസീർ, പത്രങ്ങളിൽ പരസ്യം നൽകിയ ശേഷമുള്ള സഭയിലെ പ്രസ്താവന നിയമസഭയെ അവഹേളിക്കില്ലെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ നിലപാട്. സർക്കാരിന്റെ PR എക്സസൈസ് തട്ടിപ്പെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ഇന്ന് രാവിലെ എല്ലാ പത്രങ്ങളിലും പരസ്യം വന്ന ഒരു കാര്യം, റൂൾ 300 സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ചട്ടങ്ങൾ ലംഘിച്ച് ഒരു സഭാ സമ്മേളനയുടെ കൂടിയാണ്. എന്ത് പ്രസക്തിയാണ് സാറുള്ളത്? മാത്രമല്ല, കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ 300 സ്റ്റേറ്റ്മെന്റിലൂടെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല. ഈ സഭയെ അവഹേളിച്ചുകൊണ്ടാണ് ഇന്ന് ഈ റൂൾ 300 രാവിലെ പത്രത്തിൽ വന്ന പരസ്യം മുഖ്യമന്ത്രി റൂൾ 300 വായിക്കുന്നതിൽ എന്ത് പ്രസക്തിയാണ്? ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു. കേരളം അതിദാരിദ്ര്യമുക്തമാകുന്നതിനെ പ്രതിപക്ഷം എന്തിനു ഭയപ്പെടുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. കേരളപ്പിറവി ദിനത്തിലെ നേട്ടത്തിൽ സന്തോഷിക്കുന്നതിന് പകരം ഇറങ്ങിപ്പോകുന്ന പ്രതിപക്ഷത്തെ ചരിത്രം കുറ്റക്കാരെന്ന് വിധിക്കുമെന്നായിരുന്നു പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. കേരളപ്പിറവി ദിനമാണിന്ന്.
കേരളപ്പിറവി ദിനത്തിൽ കേരളം കൈവരിച്ച ഒരു ചരിത്ര നേട്ടത്തിൽ അതിൽ അഭിമാനിക്കുന്നതിന് പകരം അത് സഹിക്കവയ്യാതെ ആ ഇറങ്ങിപ്പോകുന്ന പ്രതിപക്ഷത്തെ ചരിത്രം എക്കാലത്തും വിലയിരുത്തും സർ. ചരിത്രം ഇവരെ കുറ്റക്കാരെന്ന് വിധിക്കും സർ. 4.5 ലക്ഷം പരമദരിദ്രരുണ്ടെന്നാണ് ഇടതുമുന്നണി പ്രകടന പത്രികയിൽ പറഞ്ഞത്. അതെങ്ങനെ 64,000 ചുരുങ്ങി? 6 ലക്ഷത്തോളം AY കാർഡ് ഉടമകൾക്ക് റേഷൻ പോലും കിട്ടാത്ത സ്ഥിതി ഉണ്ടാകുമെന്ന ആശങ്കയും പ്രതിപക്ഷത്തിനുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. നിയമസഭയിലെ ചരിത്രപരമായ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി വിശിഷ്ട അതിഥികളോടൊപ്പം പങ്കെടുക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയായിരുന്നു ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ആ ചടങ്ങിന്റെ ഭാഗമാവുകയും ചെയ്തു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആയിരുന്നു ചടങ്ങ് നടന്നത്. ചൈനയ്ക്ക് ശേഷം ലോകത്താദ്യം അതാണ് ഇന്ന് കേരളം സ്വന്തമാക്കിയ അതിദാരിദ്ര്യമുക്ത പ്രദേശം എന്ന നേട്ടം. സർക്കാരിന്റെ ഒരു അഭിമാന നേട്ടം എന്നതിലുപരി കേരളത്തിലെ ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടമാണ് കേരളം ഇന്ന് പ്രഖ്യാപിച്ചത്. 69ാമത് കേരളപ്പിറവി ദിനമായ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന വലിയൊരു ചടങ്ങിൽ ഈ പ്രഖ്യാപനം നടത്തി. വിശിഷ്ടാതിഥിയായി മമ്മൂട്ടിയും മന്ത്രിതലത്തിലുള്ള വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി, മുഹമ്മദ് റിയാസ് തുടങ്ങിയ മന്ത്രിമാരും ഒപ്പം രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ വിവിധ മുതിർന്ന നേതാക്കളടക്കം ഇവിടെ സന്നിഹിതരായിരുന്നു. ഈ ഒരു നേട്ടം തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഓരോ ജീവനക്കാർക്കും ഓരോ മലയാളികൾക്കും അവകാശപ്പെട്ടതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. മനുഷ്യന്റെ ഇച്ഛാശക്തിയും സാമൂഹിക ഇടപെടലും കൊണ്ട് ചെറുത്തു തോൽപ്പിക്കാവുന്ന ഒരവസ്ഥയാണ് അതിദാരിദ്ര്യം എന്നത്. ഈ നാടിന്റെ ആകെ സഹകരണത്തോടെയാണ് ആ ദുരവസ്ഥയെ നാം ചെറുത്തു തോൽപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് നാളത്തെ വിശ്രമ ജീവിതത്തിനും ചികിത്സയ്ക്ക് ശേഷം കേരളത്തിലേക്ക് മടങ്ങിയെത്തിയ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ ആദ്യ പൊതുപരിപാടിയായിരുന്നു ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ഈ പരിപാടി. തുടക്കം തന്നെ വളരെ തമാശ രീതിയിൽ തന്നെയായിരുന്നു മമ്മൂട്ടി വാക്കുകൾ പങ്കുവച്ചത്. അതായത് തന്നേക്കാൾ പ്രായം കുറഞ്ഞ കേരള നാട്ടിന് ഇത്രയും വലിയൊരു നേട്ടം കൈവരിക്കാൻ വന്നതിൽ അദ്ദേഹം അഭിമാനം രേഖപ്പെടുത്തി. കേരളത്തിനേക്കാൾ ഒരു 4-5 വയസ്സ് കുറവാണ്. കേരളം എന്നേക്കാൾ ഇളയതാണ്, എന്നേക്കാൾ ചെറുപ്പമാണ്. അപ്പൊ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ കേരളം എത്രത്തോളം ചെറുപ്പമാണ്. ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടെങ്കിലും വിശക്കുന്ന വയറിന് മുമ്പിൽ ഒരു വികസനത്തിനും വിലയില്ല. ആ വയറുകൾ കൂടെ കണ്ടു തന്നെയാണ് വികസനങ്ങൾ നമ്മൾ കാണേണ്ടതും പൂർത്തീകരിക്കേണ്ടതും. ഇന്നിവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സന്തോഷം അതിന്റെ മാതൃകയാകട്ടെ, ആരംഭമാകട്ടെ. രണ്ടാം ഇടത് സർക്കാരിന്റെ ഓരോ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞു ഒരു മൂന്നാം സർക്കാരിലേക്ക് ഈ ഗവൺമെന്റ് കടക്കുമെന്നുള്ളൊരു സൂചനകൾ നൽകിയും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ വിമർശിച്ചും കൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചതിന്റെ സ്റ്റാറ്റസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി മമ്മൂക്കയ്ക്ക് സമ്മാനിച്ചുകൊണ്ട് പ്രകാശനം ചെയ്തു. മുഖ്യാതിഥികളായി മമ്മൂട്ടിക്കൊപ്പം മോഹൻലാലും കമൽഹാസനും എത്തേണ്ടിയിരുന്നു. പക്ഷേ അവരുടെ അസൗകര്യങ്ങൾ കാരണം അവർക്ക് എത്താൻ കഴിഞ്ഞില്ല. ആ ഒരു കുറവ് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ചടങ്ങ് അതിഗംഭീരമായിരുന്നു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഈ ഒരു അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിനൊപ്പം തന്നെ ഇതിന് 2ാം ഘട്ട പ്രഖ്യാപനവും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു അതിദാരിദ്ര്യമുക്ത നേട്ടം കൂടുതൽ വർഷങ്ങൾ നിലനിർത്താനും അത് ദാരിദ്ര്യമുക്തത്തിലേക്ക് അടക്കം എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ക്യാമറമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനത്തെ നിയമസഭയ്ക്കകത്ത് കോൺഗ്രസ് അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് എങ്കിൽ പുറത്ത് BJPയും അതേ വാക്കുകൾ ആവർത്തിക്കുകയാണ്. 60,000 എന്ന സംഖ്യ തന്നെ അടിസ്ഥാനമില്ലാത്തതാണ് എന്നും അതിൽ 50,000 പേരും CPIM പ്രവർത്തകരാണ് എന്നുമാണ് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന K. സുരേന്ദ്രൻ വിമർശിച്ചത്. അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപനം ഒരു ഭൂലോക തട്ടിപ്പാണ്. വെറും ഒരു PR പ്രചാരണം മാത്രമാണിത്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു പൊങ്ങച്ചമാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സർക്കാരും ഇപ്പോൾ നടത്തുന്നത്. ഒന്നാമത് ഈ 60,000 എന്ന് പറയുന്ന സംഖ്യ തന്നെ ഒരടിസ്ഥാനവുമില്ലാത്ത സംഖ്യയാണ്. നമ്മുടെ കേരളത്തിൽ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാത്തതിന് കാരണം കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളാണ്. യെസ്, ഞങ്ങളുടെ റിപ്പോർട്ട് നേരത്തെ സാരംഗ് സൂചിപ്പിച്ചതുപോലെ മോഹൻലാലും കമൽഹാസനും എത്തിയില്ല എന്നതൊഴിച്ചാൽ
പ്രൗഢഗംഭീരമായ ചടങ്ങ് തന്നെയാണ് നടന്നത്. നൂറുകണക്കിന് ആളുകൾ ആ ചടങ്ങിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ആളുകൾ എത്തിയത് ഇങ്ങനെയായിരുന്നു. അതായത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ആ ചടങ്ങിന് ആളുകളെ എത്തിക്കാൻ കോട്ട നിശ്ചയിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് ചടങ്ങിലേക്ക് ആളെ കൂട്ടാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കോട്ട നിശ്ചയിച്ചുകൊണ്ടുള്ള ജോയിന്റ് ഡയറക്ടറുടെ കത്ത് പുറത്തു വന്നത്. ദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനമെന്ന സുപ്രധാന പരിപാടിക്ക് സ്വാഭാവിക പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് പകരം കൃത്രിമമായി ആളുകളെ എത്തിക്കാൻ സർക്കാർ തലത്തിൽ നിർബന്ധിത കോട്ട ഏർപ്പെടുത്തിയത് ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. എല്ലാ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ആണ് ഇത്തരത്തിൽ കത്ത് അയച്ചത്. ഇന്നത്തെ ചടങ്ങിൽ മമ്മൂട്ടി തന്നെ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വാക്കുണ്ട്. അതിദാരിദ്ര്യമേ ഇല്ലാതായിട്ടുള്ളൂ, പക്ഷേ ദാരിദ്ര്യവും ഇല്ലാതാക്കണമെന്ന്. കർഷകരുടെ അവസ്ഥ അങ്ങേയറ്റം ദയനീയമാണ്. അവരെ ദയവായി ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടരുത്. നെല്ല് സംഭരണം പാളിയതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ടതാണ്. അതേസമയം നെല്ല് സംരക്ഷിക്കാനായി ഇപ്പോൾ കർഷകർ നെട്ടോട്ടമോടുകയാണ്. അവർ കൊയ്ത് ശേഖരിച്ച നെല്ല് അത് പാടശേഖരങ്ങളിലും തൊട്ടടുത്തുള്ള വീടുകളിലുമൊക്കെയായി ഇങ്ങനെ ക്വിൻ്റൽ കണക്കിനാണ് കെട്ടിക്കിടക്കുന്നത്. മുമ്പൊരിക്കലും ഇത്രയും മോശമായ സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് 18 വാർത്താ സംഘം ഇപ്പോൾ ഉള്ളത് പുന്നപ്ര സൗത്ത് പഞ്ചായത്തിലാണ്. പുന്നപ്ര സൗത്ത് പഞ്ചായത്ത് പാരേക്കേടൻ പാടശേഖരം, അതായത് 90 ഏക്കറാണ് ഈ പാടശേഖരം ഉള്ളത്. അതിനു ചുറ്റുമുള്ള വീടുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു വീടിന്റെ മുൻഭാഗം മുഴുവൻ നെല്ല് സംരക്ഷിക്കുന്നതിന് വേണ്ടി കർഷകർ കൂട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ലോറിയുടെ തൂക്കം കഴിഞ്ഞ് ബാക്കി നെല്ല. ആ നെല്ല് അയാൾ 1 കിൻഡൽ നെല്ലിന് 68 കിലോ അരി വീതം മില്ലുകാരൻ കൊടുക്കണം. അപ്പൊ അവനത് പുഴുങ്ങി കുത്തുമ്പോൾ 68 കിലോ കിട്ടത്തില്ലെന്ന് ബ്രോക്കർ നമ്മളോട് പറഞ്ഞിട്ടാണ് നമ്മളോട് അധികം കിഴിവ് മേടിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ മേടിക്കുന്ന കിഴിവ് മില്ലുകാരന് കിട്ടുന്നില്ല. അവൻ ആ പഴയ റേഷ്യോ അനുസരിച്ചുള്ള സാധനമേ കിട്ടത്തുള്ളൂ. 100 കിൻഡൽ നെല്ലിപ്പോൾ ഒരു ലോറിയെ ചെല്ലുന്നു. വേ ബ്രിഡ്ജ് കയറ്റിട്ട് ലോറി തൂക്കി മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി നെല്ലിന്റെ 1 കിൻഡൽ ഇപ്പോൾ 100 കിൻഡൽ ഉണ്ടെങ്കിൽ 68 കിലോ വെച്ച് അരി കൊടുക്കണം. ഒരുപക്ഷെ ഇത്രയും മോശമായ ഒരു സാഹചര്യം കർഷകർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. വലിയ കിഴിവ് ആവശ്യപ്പെടുന്നു മില്ലുകൾ എന്ന് മാത്രമല്ല, ഇവരുടെ നെല്ലെടുക്കാൻ ആരുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. പെട്ട വിലയ്ക്ക്, അതായത് എത്ര കിഴിവാണെങ്കിലും ഇത് കൊടുക്കാം എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് അവരെത്തിയിരിക്കുന്നു. വളരെ ദുഃഖകരമായ സാഹചര്യമാണ് കൃഷിയിടങ്ങളിലെല്ലാം നമുക്ക് കാണാനുള്ളത്. 13 കിലോ കിഴിവിന് പാടി മാർക്കറ്റിംഗ് ഓഫീസിൽ നിന്ന് വന്ന് നെല്ല് അനലൈസ് ചെയ്ത് അവരുടെ റിപ്പോർട്ടും പ്രകാരം 13 കിലോ കിഴിവിന് ഞങ്ങൾ നെല്ല് കൊടുത്തിട്ടുണ്ട്. അന്ന് എന്താണെന്നറിയാം, എടുക്കാൻ ആളുണ്ട്. ഇന്ന് 13 അല്ല 14 പറഞ്ഞാലും എടുക്കാൻ ആരുമില്ല. കൃഷിക്കാരുടെ നെല്ല് ഇപ്പം ഒരു എടുക്കുമ്പോൾ ഈ വള്ളക്കാർക്കില്ലേ 40 രൂപ കൊടുക്കണമെങ്കിൽ 35 രൂപ ഇവിടെ കൊടുക്കത്തുള്ളൂ. ആര് ഏജന്റ് ചോട്ടുകൂലി 45 കൊടുക്കണം, 40 കൊടുക്കുക. ഈ 10 രൂപ കൃഷിക്കാരനെ അവർ അടിച്ചു മാറ്റും. പോലെ ഇത്തരത്തിൽ പാടശേഖരങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തില് ഇങ്ങനെ ചെറിയ ടർപോളിൻ ഷീറ്റുകൾ വിരിച്ചിട്ട് നെല്ല് സൂക്ഷിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നെല്ല് സൂക്ഷിച്ചിരിക്കുവാണല്ലേ? അതെ, സൂക്ഷിച്ചിരിക്കുക. എന്താ ഒരു സാഹചര്യം? എന്താ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് കരക്കയറ്റി ഇടാനായിട്ട് യാതൊരു മാർഗവും ഇല്ല. കരക്കെല്ലാം നെല്ലാണ്. ഇപ്പം ഇത് ഞങ്ങളുടെ കണ്ടത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഒരു മഴ ഇവിടെ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകുകയില്ല. ഇത് വെള്ളത്തിൽ തന്നെ പോകും. ഇതിങ്ങനെ എത്ര ദിവസം ഇങ്ങനെ ഉണക്കി ഇങ്ങനെ പോകും? അത് പോകാൻ വലിയ പ്രയാസമാണ്. ഞങ്ങളെ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? നിങ്ങൾ കിട്ടിയാൽ ഉടനെ തന്നെ നെല്ലെടുക്കുക, ഞങ്ങളെ സഹായിക്കുക. ഈ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി ഇത്രയും പാടുപെട്ടുണ്ടാക്കി വെച്ചിട്ട് ഇതാ അവസ്ഥ. ഇത്ര ഒരു 10-15 വർഷമായിട്ട് ഇത്രയും ദയനീയമായൊരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതാണ് കേൾക്കേണ്ടത്. അതായത്
ഇത്രയും വർഷക്കാലം ഈ കൃഷിയിടത്തിൽ കർഷക തൊഴിലാളികളുടെ ഒപ്പം ജോലിയെടുക്കുന്ന തൊഴിലാളികളാണിവർ. ഇവർ പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്രയും ദയനീയമായ ഒരു സാഹചര്യം കർഷകർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത് സർക്കാരാണ് ഇത് കേൾക്കേണ്ടത്. കർഷകരുടെ വിലാപമാണ് ഈ പാടശേഖരങ്ങളിൽ ഓരോ ഇടങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. അവരുടെ കണ്ണീര് വീണ, അതായത് തൊഴിലാളി വർഗത്തിന്റെ സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്നാണ് അവകാശപ്പെടുന്നത്. അങ്ങനെ അവകാശപ്പെടുന്ന സർക്കാർ ഈ തൊഴിലാളികളുടെ കണ്ണുനീർ കാണാതെ പോകരുത് എന്നുള്ളതാണ്. ഇനി ഒരു ദിവസം പോലും മുന്നോട്ട് പോയാൽ അവർക്ക് ജീവിക്കാനാവില്ല. അവരുടെ അധ്വാനത്തിന്റെ ഫലം മുഴുവൻ ഈ പാടശേഖരങ്ങൾ നശിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി അടിയന്തരമായ ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കർഷകരുടെ വേദനയും കണ്ണീരും അതോടൊപ്പം തന്നെ പ്രതിഷേധവും ന്യൂസ് 18 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നിരന്തരമായി ഇങ്ങനെ പുറത്തു കൊണ്ടുവന്നതോടുകൂടി സർക്കാർ അതിവേഗമായി ഇടപെടൽ നടത്തുന്നുണ്ട്. 2 മില്ലുടമകളുമായി സർക്കാർ ധാരണയിലെത്തിയിട്ടുണ്ട്. കുട്ടനാട്ടിൽ നിന്നുള്ള നെല്ല് 2 മില്ലുകളും സംഭരിക്കുന്നുണ്ട്. ഔട്ട് ടേൺ റേഷ്യോ 66.5 കിലോ എന്നത് മില്ലുടമകൾ അംഗീകരിച്ചു. ആലപ്പുഴയിലെ പരമാവധി നെല്ല് ഇന്നു തന്നെ സംഭരിച്ചു തുടങ്ങും. അതേസമയം നെല്ല് സംഭരിക്കാൻ മിൽ ഉടമകൾ മടി കാണിക്കുകയാണ് എങ്കിൽ സർക്കാർ തന്നെ ഇടപെട്ട് സപ്ലൈകോ വഴി ഇടപെടൽ നടത്തും എന്നാണ് മന്ത്രി പി പ്രസാദ് പറഞ്ഞിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന പശ്ചാത്തലത്തിലാണോ മില്ലുടമകളുടെ പ്രതിഷേധമെന്ന സംശയം കൂടി കൃഷിമന്ത്രി സൂചിപ്പിച്ചു. നെല്ല് സംഭരിക്കാൻ മില്ലുടമകൾ മടി കാണിക്കുന്നിടങ്ങളിൽ സർക്കാർ തന്നെ മുൻകൈയെടുത്ത് സപ്ലൈകോ സംവിധാനം ഒരുക്കി നെല്ല് സംഭരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 1-2 മില്ലുകൾ ഇപ്പോൾ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ബാക്കിയുള്ള മില്ലുകളെയും സമീപിച്ചിട്ടുണ്ട്. ആ മില്ലുകളിലേക്ക് ഇപ്പോൾ കൊയ്തു വെച്ചിരിക്കുന്ന നെല്ലുകൾ മാറ്റുന്നതിനും പാലക്കാട് പോലുള്ള ഇടങ്ങളിൽ സംഭരണശാലകളും മറ്റും തയ്യാറാക്കിക്കൊണ്ട് സപ്ലൈകോ നേരിട്ട് നെല്ലെടുത്ത് അവിടങ്ങളിലേക്ക് സംഭരിച്ച് വെക്കുന്നതിനുമാണ് ഇപ്പോൾ മില്ലുടമകളുടെ യോഗത്തിൽ തന്നെ പറഞ്ഞു. ഞങ്ങൾ ഒരു ഇളവ് ഇവർക്ക് ലഭ്യമാകുന്ന തരത്തിലേക്ക് ചെയ്യുന്ന കാര്യം കൂടി പറയുന്നുണ്ട്. അതും അംഗീകരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ച് നൽകുന്നതാണ്. എത്രയാണോ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നത് അത്രയും പൈസ നിങ്ങൾക്ക് തന്നെ നൽകിയേക്കാം എന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മില്ലുടമകളുടെ പ്രതിനിധികളെ അറിയിച്ചു. സാധാരണഗതിയിൽ അതോടുകൂടി അവർ ഇപ്പോൾ സ്വീകരിച്ച സമീപനം മാറ്റി നെല്ല് സംഭരണ പ്രക്രിയയിലേക്ക് കടക്കേണ്ടതാണ്. എന്നാൽ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന പശ്ചാത്തലത്തിലാണോ എന്ന് സംശയമുണ്ട്. മില്ലുടമകൾ യാതൊരു വിധമായ അനുഭാവ സമീപനവും ഇല്ലാണ്ട് മാറുകയാണ്. അവർക്ക് ന്യായങ്ങളുണ്ടാവാം അതിനു വേണ്ടിയിട്ട്. പക്ഷേ എന്നാൽ സാധ്യമാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പങ്കെടുത്ത മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തന്നെ പ്രഖ്യാപിച്ചതാണ്. അത് അവഗണിച്ചുകൊണ്ടാണ്, അല്ലെ അതിനെ അംഗീകരിക്കാതെയാണ് അവരിപ്പോഴും ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. സർക്കാർ അതുകൊണ്ട് കയ്യും കെട്ടിയിരിക്കുകയില്ല എന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. നമ്മുടെ കർഷകരെ മില്ലുടമകളുടെ വാശിക്ക് മുമ്പിൽ എറിഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അടിയന്തരമായ യോഗം ചേർന്ന് ഗവൺമെൻറ് തന്നെ അല്ലെങ്കിൽ സപ്ലൈകോ ഉപയോഗിച്ച് സംഭരിക്കാനും സാധ്യമാവുന്നിടത്തല്ല സംഭരണശാലകൾ വാടകയ്ക്കെടുത്തിട്ടായാലും ആ സംഭരണശാലകളിലേക്ക് എത്തിക്കുന്നതിനും ഇപ്പോൾ സപ്ലൈകോയുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന മില്ലുകളിലേക്ക് അടിയന്തരമായി എത്തിക്കേണ്ട നെല്ലുകൾ സംഭരിച്ച് എത്തിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നെല്ല് സംഭരിച്ച ആ തുക നൽകിയാൽ തീർച്ചയായും കർഷകരുടെ ദാരിദ്ര്യം മാറും. പക്ഷേ തങ്ങളുടെ ദാരിദ്ര്യം ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് തന്നെയാണ് ആശാസമരം നടത്തുന്നവർ പറയുന്നത്. അവർ രാപ്പകൽ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. നോക്കാം ഇടവേളയ്ക്ക് ശേഷം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തി വന്നിരുന്ന രാപ്പകൽ സമരമാണ് ഇന്ന് അവസാനിച്ചത്. സമര പ്രതിജ്ഞാ റാലി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതി തുടങ്ങിയ ആശാ വർക്കർമാരുടെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ അനിശ്ചിതകാല സമരത്തിനാണ് തൽക്കാലത്തേക്കെങ്കിലും സെക്രട്ടേറിയറ്റ് നടയിൽ ഇന്ന് വിരാമമാകുന്നത്. 266 ദിവസം പിന്നിട്ടതിന് ശേഷമാണ് സമര പ്രതിജ്ഞ റാലിയോടെ ആശാ വർക്കർമാരുടെ സമരം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നത്. പ്രാദേശിക തലങ്ങളിലായിരിക്കും ഇനി സമരം നടക്കുക എന്നാണ് സമരസമിതി നേതാക്കൾ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകേണ്ടതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ് അല്ല എന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം വളരെ നാടകീയമായാണ് 1000 രൂപ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകിയത്. ഇതോടെയാണ് ഈ അനിശ്ചിതകാല സമരത്തിന് തൽക്കാലത്തേക്കെങ്കിലും ഒരു വിരാമമിടാൻ സെക്രട്ടേറിയറ്റിനിടയിലെ സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എത്തിയത്. ഈ സമരം 365 ദിവസം പിന്നിടുന്ന 2026 ഫെബ്രുവരി 10-ാം തീയതി സെക്രട്ടേറിയറ്റിനിടയിൽ
ഒരു ബഹുജന പരിപാടിക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട് സമരസമിതി. എന്തായാലും മഴയും വെയിലുമൊക്കെ ഏറ്റ് ആശാ വർക്കർമാരുടെ ഓണറേറിയവും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ച് നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 266 ദിവസം തുടർച്ചയായി സമരം ചെയ്തതിന് ഒടുവിലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഓണറേറിയം വർധനമെന്ന നടപടി സ്വാഗതം ചെയ്തുകൊണ്ട് ആശാ വർക്കർമാരുടെ സമരം ഇപ്പോൾ അവസാനിക്കുന്നത്. അങ്ങനെ ആശമാരുടെ സമരം അവസാനിപ്പിച്ചു എങ്കിലും കോൺഗ്രസിലെ രാഹുകാലം അവസാനിച്ചിട്ടില്ല. ആശമാരുടെ സമരം അവസാനിച്ച ആ ചടങ്ങിലെ പ്രധാനപ്പെട്ട അതിഥിയായി എത്തിയിരുന്നത് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു. അദ്ദേഹമാണ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ അവിടെ കുറച്ച് നാടകീയമായ സംഭവങ്ങൾ കൂടി ഉണ്ടായി. എന്തായിരുന്നു അത്? ഡാൻ നൽകും റിപ്പോർട്ട്. ആശാ വർക്കർമാരുടെ അനിശ്ചിതകാല സമരത്തിന്റെ സമാപന വേദി നാടകീയമായ രാഷ്ട്രീയ രംഗങ്ങൾക്ക് കൂടിയാണ് സാക്ഷ്യം വഹിച്ചത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു ഈ സമരപ്രതിജ്ഞാ റാലി ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്നത്. പക്ഷേ ഈ ചടങ്ങ് തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നാടകീയമായി ഇവിടേക്ക് എത്തുകയായിരുന്നു. അദ്ദേഹം എത്തി ആശാ വർക്കർമാരെയും ആശാ സമര നേതാക്കന്മാരെയും അഭിവാദ്യം ചെയ്തു. അതിനുശേഷം ഔദ്യോഗികമായ ചടങ്ങ് തുടങ്ങിയതിന് പിന്നാലെ KK രമ MLAയും VV രാജേഷ് ഉൾപ്പെടെയുള്ള BJP നേതാക്കൾക്കും ഒപ്പം ഇരിപ്പിടത്തിൽ ഇരുന്നു. അതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് ഈ ചടങ്ങിലേക്ക് എത്തിയേക്കില്ല എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പരന്നു. പെട്ടെന്ന് ഒരു ഫോൺ കോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു. അതിനുശേഷം ഏതാനും സമയം കൂടെ അവിടെ ചെലവഴിച്ചതിന് ശേഷം സമരസമിതി നേതാക്കളെ അഭിവാദ്യം ചെയ്ത് അദ്ദേഹം വേദി വിടുകയായിരുന്നു. അദ്ദേഹം വേദി വിടുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് അദ്ദേഹത്തോട് പ്രതിപക്ഷ നേതാവ് എത്താൻ വൈകുന്നത് താങ്കൾ ഇവിടെ ഉള്ളതുകൊണ്ടാണോ എന്ന് ചോദിക്കുന്നു. അതിന് നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി. നിങ്ങളുടെ കുത്തിത്തിരിപ്പൊന്നും നാട്ടിലെ ജനങ്ങൾ ബൈ ചെയ്യുന്നില്ല. ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട്, അതായത് ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട് എനിക്ക് പ്രത്യേകമായി വൈകാരികതയുള്ള ഒരു വിഷയമാണ്. ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിച്ചത് ആശാ വർക്കർമാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ തന്നെ ആലോചിക്കണം, ഈ തുച്ഛമായ പൈസയ്ക്ക് ഏതാണ്ട് 232 രൂപയ്ക്ക് പ്രതിദിന ജീവിതം നയിക്കേണ്ടുന്ന മനുഷ്യന്മാർ 1 കിലോ വെളിച്ചെണ്ണയുടെ വില പോലും ഒരു ദിവസത്തെ അവരുടെ വേതനമായിട്ടില്ല. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വേദി വിട്ടതിന് തൊട്ട് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി ഈ ആശാ സമരപന്തലിലേക്ക് എത്തുകയായിരുന്നു. മറ്റ് അഭിസംബോധനകൾക്കൊന്നും നിൽക്കാതെ അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തിന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയും പിന്നീട് ആശാ വർക്കർമാരെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയുമായിരുന്നു. എന്തായാലും കടുത്ത അതൃപ്തിയിലാണ് പ്രതിപക്ഷ നേതാവ് ഈ ചടങ്ങിന് എത്തുന്നതിൽ ബോധപൂർവ്വം വൈകിപ്പിക്കുന്ന ഒരു നിലപാടെടുത്തതെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പാർട്ടി നേതൃത്വത്തെ ഇക്കാര്യം അറിയിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ നേതാവ് എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. KG ശങ്കരപിള്ളയ്ക്ക് പുരസ്കാരം. ിലെ എഴുത്തച്ഛൻ പുരസ്കാരം കവി KG ശങ്കരപിള്ളയ്ക്ക് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. NS മാധവൻ, KR മീര, ഡോക്ടർ KM അനിൽ, CP അബൂബക്കർ എന്നിവർ അംഗങ്ങൾ ആയിട്ടുള്ള പുരസ്കാര നിർണയ സമിതിയാണ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. ആധുനിക മലയാള കവിതയുടെ മുഖമാണ് ശങ്കരപിള്ള എന്ന് പുരസ്കാരം പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. പ്രശസ്ത കവി ശ്രീ KG ശങ്കരപിള്ളയാണ്. ആധുനിക മലയാള കവിതയിലെ നവഭാവുകത്വത്തിൻ്റെ ശീഘ്രഗതിയിൽ നിന്ന പ്രതിഭയാണ് KG ശങ്കരപിള്ള. ഇന്ത്യൻ ദേശീയതയുടെ സവിശേഷമായ സംക്രമണ ഘട്ടത്തിൽ തീർത്തും വ്യത്യസ്തമായ ശൈലിയും ആഖ്യാന ഘടനയുമായി അദ്ദേഹം രംഗപ്രവേശനം ചെയ്തു. ആവിഷ്കാരത്തിൻ്റെ ഭിന്ന വഴികളിലൂടെ അദ്ദേഹത്തിൻ്റെ കവിത കഴിഞ്ഞ അരനൂറ്റാണ്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ശക്തമായ സാന്നിധ്യം ഏതൊരു മലയാളിക്കും അഭിമാനിക്കാൻ വക നൽകുന്നതാണ്. സമകാല രാഷ്ട്രീയ സംഭവങ്ങളോട് ശക്തമായി പ്രതികരിക്കുമ്പോൾ തന്നെ ഭാവപരമായ ഔന്നിത്യം പുലർത്തുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റെത്. സംസ്ഥാനത്തെ പരമോന്നതമായ സാഹിത്യ പുരസ്കാരം തന്നെയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ആ പുരസ്കാരം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നൽകിയത് എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. നാവിന് സലാമില്ല. മുഖ്യമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. പിണറായി വിജയൻ ആണും പെണ്ണും കെട്ടവനാണ്, അതുകൊണ്ടാണ് PM ശ്രീയിൽ ഒപ്പിട്ടത്. ഒന്നുകിൽ മുഖ്യമന്ത്രിയാണോ അല്ലെങ്കിൽ പെണ്ണോ ആകണം. ഇത് രണ്ടുമല്ലാത്ത മുഖ്യമന്ത്രിയെ കിട്ടിയതാണ് അപമാനമെന്നും
സലാം പറയുന്നു. ഭരിക്കുന്ന കേരളത്തിൽ ഹൈന്ദവ തത്വങ്ങളും വികലമായ വീക്ഷണങ്ങളും പഠിപ്പിക്കാനുള്ള, ഹൈന്ദവത്വം പ്രചരിപ്പിക്കുന്ന, തീവ്ര ഹിന്ദുത്വവാദം പ്രചരിപ്പിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ടുവരാൻ ഒപ്പിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. നമ്മൾ ആലോചിക്കണം. അതിനെ എതിർക്കുന്ന മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ടായിട്ടുണ്ട്, ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഒരു പുരുഷനാണെങ്കിൽ അതിനെ എതിർക്കാൻ എങ്ങനെ കഴിയുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. എതിർക്കുന്നു. എത്ര കോടി രൂപ കിട്ടിയാലും ഞങ്ങൾ അതിൽ ഒപ്പിടില്ല എന്ന് സ്റ്റാലിൻ പറഞ്ഞു. ഒരു വനിത, നിങ്ങളെപ്പോലെയുള്ള ഒരു വനിതയാണ് മുഖ്യമന്ത്രിയെങ്കിൽ ഞങ്ങളത് പഠിപ്പിക്കാൻ തയ്യാറില്ല. 10,000 കോടി രൂപ തന്നാലും ഇത്തരം വർഗീയ വിഷം ഞങ്ങളുടെ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരില്ല എന്ന് ഒരു വനിതാ മുഖ്യമന്ത്രിയായ പശ്ചിമ ബംഗാളിലെ മമതാജി പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിട്ടത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം, അല്ലെങ്കിൽ പെണ്ണാകണം. ഇത് രണ്ടും കെട്ട ഒരു മുഖ്യമന്ത്രിയെയാണ് നമുക്ക് കിട്ടിയത് എന്നാണ് നമ്മുടെ അപമാനം. അതാണ് താമരശ്ശേരി ബിഷപ്പിനും എറണാകുളം സെന്റ് റീത്ത സ്കൂളിനും ഭീഷണി. ഹിജാബ് വിഷയത്തിലാണ് ഭീഷണിക്കത്ത് ലഭിച്ചത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പിന്തുടർച്ചക്കാരെന്ന് അവകാശപ്പെടുന്ന IDFI ആണ് കത്ത് അയച്ചിട്ടുള്ളത്. താമരശ്ശേരി ബിഷപ്പ് ഹൗസിലും പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലുമാണ് ഭീഷണി കത്ത് ലഭിച്ചിരിക്കുന്നത്. ഇസ്ലാമിക് ഡിഫൻസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് കത്ത് എഴുതിയിരിക്കുന്നത്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പിന്തുടർച്ചക്കാരാണ് തങ്ങളെന്ന് അവകാശപ്പെടുന്നു. PFIയുടെ ലക്ഷ്യങ്ങൾ സാധൂകരിക്കുകയാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഈ കത്തിൽ പറയുന്നുണ്ട്. ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കത്തിൽ ആദ്യം ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം സംസ്ഥാനത്ത് വലിയ അസമത്വം തങ്ങൾക്ക് നേരിടുന്നുവെന്ന് പറയുന്നു. സർക്കാരിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്നും തങ്ങൾക്ക് പിന്തുണയുണ്ട്, ചില കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറയുകയും ചെയ്യുന്നു. ഒപ്പം ഇതര മതവിഭാഗങ്ങളെ അങ്ങേയറ്റം മോശമായി ചിത്രീകരിക്കുന്ന പല പരാമർശങ്ങളും ഈ കത്തിനുള്ളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിസ്കാരമടക്കമുള്ള കാര്യങ്ങൾക്കായി മതപരമായ കടമകൾ നിർവഹിക്കുന്നതിനായി അവസരം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ പള്ളികളെയും മറ്റ് പുരോഹിതന്മാരെയും ഒക്കെ മോശമാക്കി ഈ കത്തിൽ ചിത്രീകരിക്കുന്നുമുണ്ട്. എന്തായാലും ഈരാറ്റുപേട്ടയിൽ നിന്നും അബ്ദുൾ റഷീദ് എന്നയാളാണ് കത്തയച്ചതെന്നാണ് വിലാസത്തിൽ നിന്നും വ്യക്തമാക്കുന്നത്. താമരശ്ശേരി ബിഷപ്പ് ഹൗസിൽ നിന്നും ഈ സംബന്ധിച്ച പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ട്. കത്തും ഇതിനകം തന്നെ കൈമാറിയിട്ടുണ്ട്. കത്തിലെ വിലാസവും മറ്റും ശരിയാണോ അല്ലെങ്കിൽ യഥാർത്ഥ വിലാസമാണോ എന്നടക്കമുള്ള പരിശോധനകൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തിൻ്റെ പേരിലാണ് ഈ കത്ത് അയച്ചത്? എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യങ്ങളോടെയാണോ അതോ സമൂഹത്തിൽ സ്പർദ്ധത വളർത്തുന്നതിനും ഇതര മതവിഭാഗങ്ങളുമായുള്ള ഭിന്നത അല്ലെങ്കിൽ മതവിഭാഗങ്ങൾ തമ്മിൽ ഭിന്നത സൃഷ്ടിക്കുന്നതിനുമാണോ ഈ കത്ത് ലക്ഷ്യം വെക്കുന്നതെന്നും പരിശോധിച്ചു വരികയാണ്. എന്തായാലും സംഭവത്തെക്കുറിച്ച് വളരെ വിശദമായ അന്വേഷണം തന്നെ പുരോഗമിക്കുന്നു. താമരശ്ശേരി ബിഷപ്പ് നിലവിൽ വിദേശത്താണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നാണ് പോലീസിന് കത്ത് അയച്ചിരിക്കുന്നത്. ബിഷപ്പ് ഹൗസിൽ നിന്നുള്ള വൈദികരുടെയും മറ്റും മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട വളരെ സമഗ്രമായ അന്വേഷണം നടത്തും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ 3ാം അറസ്റ്റ്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ റിമാൻഡിലായിരിക്കുന്നു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. റാന്നി കോടതിയിലെ മജിസ്ട്രേറ്റ് അവധിയായതിനാലാണ് സ്വർണ്ണക്കവർച്ച കേസിലെ 3ാം പ്രതി സുധീഷ് കുമാറിനെ പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറിന് വ്യക്തമായ പങ്കുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. ദ്വാരപാലക പാളികളിൽ സ്വർണം പൊതിഞ്ഞിരുന്നതായി സുധീഷ് കുമാറിന് അറിയാമായിരുന്നു. ഇത് ചെമ്പുപാളി എന്ന രേഖയുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തി. സന്നിധാനത്ത് നിന്ന് പാളികൾ അഴിച്ചുമാറ്റുമ്പോൾ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യം ഉറപ്പാക്കിയില്ലെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. വെറും ചെമ്പുപാളികളെന്ന് എഴുതുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം നവീകരണത്തിനായി പാളികൾ കൊടുത്തുവിടാമെന്ന് ബോർഡിന് തെറ്റായ ശുപാർശക്കത്ത് നൽകുകയും ചെയ്തു. മഹസറുകളിലും ചെമ്പ് തകടുകളെന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മഹസർ തയ്യാറാക്കിയ സമയത്ത് സ്ഥലത്തില്ലാതിരുന്ന ജീവനക്കാരുടെ പേരുകളും സുധീഷ് കുമാർ ഉൾപ്പെടുത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൈവശപ്പെടുത്താൻ ഇത് അവസരമൊരുക്കിയതായും റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. നേരത്തെ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരുടെ മൊഴികളിലും സുധീഷിനെതിരെ പരാമർശങ്ങളുണ്ടായിരുന്നു. സുധീഷ് കുമാറിനെ കസ്റ്റഡിയിൽ കിട്ടാൻ SIT തിങ്കളാഴ്ച കോടതിയിൽ അപേക്ഷ നൽകും. ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ചാണ് പ്രവർത്തിച്ചതെന്നാണ് സുധീഷ് കുമാർ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. കേസിൽ 3ാമത്തെ അറസ്റ്റാണ് അടൂർ മണ്ണടി സ്വദേശിയായ സുധീഷ് കുമാറിൻ്റേത്.
അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് CK വാസുദേവനെ SIT ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് നിർണായകമായ ചില രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തെന്നും സൂചനയുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. ആന്ധ്രയിൽ ദുരന്തം. ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലുണ്ടായി തിക്കിലും തിരക്കിലും പെട്ട് 10 പേരാണ് മരിച്ചത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. ഏകാദശി ദിനത്തിൽ ആയിരക്കണക്കിന് ഭക്തരായിരുന്നു ക്ഷേത്രത്തിലേക്ക് എത്തിയത്. പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പോര് കനക്കുകയാണ്. നോക്കാം ഇടവേളയ്ക്ക് ശേഷം. ബീഹാറിൽ പോരാട്ടച്ചൂട്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണം അവസാനിക്കാൻ ഇനി 3 നാൾ മാത്രം. അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ദേശീയ നേതാക്കളെ ഇറക്കിയുള്ള പ്രചാരണവും ആരോപണ പ്രത്യാരോപണവും ശക്തമാവുകയാണ്. പട്നയിലെത്തിയ പ്രിയങ്ക ഗാന്ധി NDAയുടെ 1 കോടി തൊഴിൽ വാഗ്ദാനത്തെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നു. ഇത്രയും നാൾ ഭരിച്ചിട്ടും എന്തുകൊണ്ട് ഇതുവരെ തൊഴിൽ നൽകിയില്ല എന്നായിരുന്നു വിമർശനം. സർക്കാർ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് ആരോപിച്ച് RJD തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. മുഖ്യമന്ത്രി മഹിളാ തൊഴിൽ പദ്ധതി പ്രകാരം പണം അനുവദിക്കുന്നുവെന്നാണ് ആരോപണം. ഇതുവരെ നൽകിയ പിന്തുണ ഇനിയും തുടരുമെന്ന വീഡിയോ സന്ദേശത്തിലൂടെ അഭ്യർത്ഥിച്ച നിതീഷ് കുമാർ ലാലു പ്രസാദ് യാദവിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു. നാളെ പാട്നയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയും നടക്കും. അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് പോകുമ്പോൾ ആദ്യം സുഡാനിലേക്കാണ്. ആഭ്യന്തര കലാപത്തെ തുടർന്ന് സുഡാനിൽ കൂട്ടക്കൊല. സ്ത്രീകളും കുട്ടികളും അടക്കം 2000 പേർ കൊല ചെയ്യപ്പെട്ടു. സുഡാൻ ആംഡ് ഫോഴ്സിൽ നിന്ന് അൽ ഫാഷിർ നഗരത്തിന്റെ നിയന്ത്രണം RSF പിടിച്ചെടുത്തതോടെയാണ് നഗരം കുരുതിക്കളമായി മാറിയിട്ടുള്ളത്. അജയ് സുധാ ബിജുവാണ് വിശദാംശങ്ങളുമായി. അജയ്, അവിടെ സൈന്യവും വിമത സൈന്യവും തമ്മിലുള്ള പോരാട്ടം ആണ് ഇപ്പോൾ രൂക്ഷമായി തുടരുന്നത്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, 2023 മുതലാണ് സുഡാനിൽ ആഭ്യന്തര കലാപം തുടങ്ങിയത്. അന്നു മുതൽ ഇന്ന് വരെ ഏതാണ്ട് 40,000-ലധികം പേർ സുഡാനിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അന്താരാഷ്ട്ര സമൂഹത്തിൽ പല മുൻനിരയിൽ നിൽക്കുന്ന പല രാജ്യങ്ങൾക്കും ഇവിടെ പലതരത്തിലുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ ഉള്ളത് കാരണം ഇത് വലിയ ഒരു രീതിയിൽ ഒരു ചർച്ചയാകാതെ പോകുന്ന വിഷയമാണ് സുഡാന്റെ കാര്യം. പലപ്പോഴും പല അന്താരാഷ്ട്ര മാധ്യമങ്ങളാണെങ്കിലും ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല. ഈ ലോകത്തിലെ പല യുദ്ധങ്ങളും താൻ അവസാനിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന ട്രംപ് എല്ലാ രാജ്യങ്ങളുടെ കാര്യത്തിലും കയറി തലയിടുന്ന അദ്ദേഹം പോലും ഈ വിഷയത്തിൽ കാര്യമായി അങ്ങനെ ഇടപെട്ടിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ ഇങ്ങോട്ട് ഈ ഒരു കാര്യത്തിൽ അധികം ശ്രദ്ധ പുലർത്തുന്നില്ല. അതിനെ തുടർന്നാണ് 2023 മുതൽ ഇവിടുത്തെ സാഹചര്യം ഇത്രയധികം വഷളായത്. ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന ഒരു അതിതീവ്ര നിലപാടെടുക്കുന്ന ഒരു അർദ്ധസൈനിക വിഭാഗം, അവരാണ് ഇത്ര വലിയ രീതിയിൽ സുഡാനിൽ ആക്രമണം അഴിച്ചുവിടുന്നത്. ഇവരെ ആദ്യം അവിടെ വളർത്തിയത് അവിടുത്തെ ഭരണകൂടം തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 2019 വരെ വളരെ നീണ്ട കാലയളവിൽ സുഡാൻ അടക്കി ഭരിച്ചിരുന്ന ഒമർ അൽ ബാഷിദ് സർക്കാർ, അവരാണ് ഈ RSF എന്ന് പറയുന്ന ഈ സേനയെ വളർത്തിയെടുത്തത്. ആദ്യം ഒരു തീവ്രവാദ സംഘടന പോലെ അവിടെ പ്രവർത്തിച്ചിരുന്നവരാണ്. പിന്നീട് ഈ സർക്കാരിന്റെ നേതൃത്വത്തിൽ അവിടെ വലിയ രീതിയിലുള്ള ഒരു സേനാ വിഭാഗമായി മാറുകയായിരുന്നു. സർക്കാർ തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരെ കൊന്നു തള്ളാൻ വേണ്ടിയിട്ടാണ് ഈ RSF സേനയെ ആദ്യം ഉപയോഗിച്ചിരുന്നത്. പിന്നീട് സർക്കാരിനെതിരെ തന്നെ ഈ സേന തിരിയുകയായിരുന്നു. തുടർന്ന് 2019 ഒരു വിപ്ലവം ഉണ്ടാവുകയും അവിടെ ഈ ഒമർ അൽ ബാഷിദ് സർക്കാരിനെ പുറത്താക്കിക്കൊണ്ട് അവിടെ ആദ്യം ഒരു ജനാധിപത്യപരമായിട്ടുള്ള സർക്കാർ എന്നുള്ള രീതിയിൽ ഒരു പുതിയ സർക്കാർ അവിടെ അധികാരത്തിൽ വരികയുമായിരുന്നു. എന്നാൽ ഈ സുഡാന്റെ തന്നെ ഔദ്യോഗിക സേനാ വിഭാഗമുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒമർ അൽ ബാഷിദ് സർക്കാർ വളർത്തിയെടുത്ത ഈ അർദ്ധസൈനിക വിഭാഗമായിട്ടുള്ള RSFും ഉണ്ട്. ഇവർ തമ്മിലുള്ള ഒരു വടംവലി ചേരിപ്പോരൊക്കെ പിന്നീടാണ് ശക്തമാകുന്നത്. എന്നാൽ ഇവരുടെ രണ്ടുപേരുടെ സംയുക്തമായിട്ടുള്ള ഒരു ഇടപെടലിലൂടെയാണ് ഈ ജനാധിപത്യ സർക്കാർ ആദ്യം അവിടെ അധികാരത്തിൽ കയറിയ അവരുടെ ഭാഗത്തു നിന്ന് അധികാരം പുറത്താക്കി ഈ സുഡാന്റെ ഔദ്യോഗിക സൈനിക വിഭാഗത്തിന്റെ
നേതൃത്വത്തിലുള്ള മറ്റൊരു സർക്കാർ അവിടെ അധികാരത്തിൽ വരുന്നത്. എന്നാൽ ഈ RSFനെ അവരുടെ സൈന്യത്തിൽ ലയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇത് കാരണമാണ് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ചേരിപ്പോരിലേക്ക് വഴിവെച്ചത്. ഇപ്പോൾ നിലവിൽ സുഡാനിൽ നടക്കുന്നത് സുഡാന്റെ ഔദ്യോഗിക സേനയും അതുപോലെ തന്നെ RSFും തമ്മിലുള്ള സംഘർഷമാണ്. 2023 ഈ സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. 40,000 പേർ അന്നു മുതൽ ഇന്ന് വരെ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. കഴിഞ്ഞ ദിവസം ഇതിന്റെ ഏറ്റവും ഒരു മൂർച്ചയേറിയ ഒരു മുഖം നമ്മൾ കണ്ടു കഴിഞ്ഞു. അവിടെയുള്ള ഏറ്റവും വലിയ സുഡാനിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നായിട്ടുള്ള അൽഷാഫിർ നഗരം അത് RSF സേന പിടിച്ചടക്കി അവരുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു. ഈ നഗരം പിടിച്ചടക്കുന്നതിനിടയിലാണ് ഇത്രയധികം ആളുകളെ കൂട്ടക്കൊല ചെയ്തത്. സ്ത്രീകളും കുട്ടികളും അടക്കം 2000 പേരെ നിരത്തി നിർത്തി അവർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഈ RSF സേന എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ അറബ് വംശജരായിട്ടുള്ള മുസ്ലിം വിഭാഗങ്ങൾ അവരാണ് പ്രധാനമായിട്ടും ഈ സേനയിലുള്ളത്. ഇവർ മറ്റ് വിഭാഗങ്ങളായിട്ടുള്ള ഈ അറബ് മുസ്ലിം ഇതര വിഭാഗങ്ങളായിട്ടുള്ള മുസ്ലിം വംശജരെയും അതുപോലെ തന്നെ അവിടെ 5% വരുന്ന ക്രിസ്ത്യൻ വംശജരെയും അതുപോലെ 5% ഈ ആഫ്രിക്കൻ ഗോത്ര വിഭാഗങ്ങൾ സുഡാനിലുണ്ട്. ഇത്തരക്കാരെയാണ് പ്രധാനമായിട്ടും തെരഞ്ഞുപിടിച്ച് കൊല്ലുന്നത്. മാത്രമല്ല അവരുടെ സ്വന്തം ആൾക്കാരിൽ നിന്ന് തന്നെ ഈ സേനയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെയും ഈ കൂട്ടക്കൊല ചെയ്ത ആൾക്കാരിലുണ്ട്. നിരവധി സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. അതുപോലെ തന്നെ ഒരു ആശുപത്രിയിൽ അവിടെ പ്രവർത്തിച്ചിരുന്ന സൗദി മെറ്റേണിറ്റി ഹോസ്പിറ്റൽ കടന്നു കയറി ഏതാണ്ട് 460ഓളം പേരെയാണ് ഈ RSF സേന കൊന്നു തള്ളിയത്. ഇതിനെ UN ഈ സംഭവത്തിൽ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. UN പറഞ്ഞത് വളരെ വലിയ ഒരു കൂട്ടക്കൊലയാണ് നടന്നത്. ഇത് അവിടെയുള്ള സാഹചര്യം വളരെയധികം ഗൗരവമേറിയതാണ് എന്നും UN പറയുകയുണ്ടായി. ഇപ്പോൾ ആധുനിക സമൂഹം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊലകളിലൊന്നാണ് നടന്നതെന്ന് UN പറയുകയുണ്ടായി. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ വിഷയത്തിൽ ഇതുവരെ ഇടപെടലുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. ഈ RSF സേനയ്ക്ക് പ്രധാനമായിട്ടും ഈ സഹായങ്ങൾ ചെയ്തു നൽകുന്നത് UAE ആണ് എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. പല ഒരു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ UAE കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ബോയ്ക്കോട്ട് UAE എന്നുള്ള ഒരു ക്യാമ്പയിൻ വരെ ഈ വിഷയത്തിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ ദക്ഷിണ സുഡാനും അതുപോലെ തന്നെ വടക്കൻ സുഡാനുമായിട്ട് സുഡാൻ രണ്ട് രാജ്യമായി വേർപെട്ട ആ സംഭവത്തിന് ശേഷം ഇപ്പോൾ നിലവിൽ നടക്കുന്ന ഏറ്റവും ഒരു രക്തരൂക്ഷിതമായിട്ടുള്ള കൂട്ടക്കൊലയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന. പല ദൃശ്യങ്ങളൊന്നും അവിടെയുള്ളത് നമുക്ക് നിലവിൽ ലഭ്യമല്ല. പലതും സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ വഴിയാണ് മൃതദേഹങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന പല ദൃശ്യങ്ങളടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആശുപത്രി കെട്ടിടത്തിലടക്കം ഇരച്ചു കയറിക്കൊണ്ടാണ് ഈ RSF എന്ന് പറയുന്ന വിമത സേന. ഒരു സമയത്ത് അവർ സേനയുടെ തന്നെ ഭാഗമായിരുന്നു. സുഡാനിലെ സേനയെ സഹായിക്കുന്ന അർദ്ധസൈനിക വിഭാഗമായിരുന്നു. പിന്നീട് SAFും RSFും രണ്ടായി പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യമാണ് ഉള്ളത്. കായിക മേഖലയിലേക്ക് പോകുമ്പോൾ രോഹൻ ബൊപ്പണ്ണ വിരമിച്ചിരിക്കുന്നു. ടെന്നീസ് ഇതിഹാസം രോഹൻ ബൊപ്പണ്ണ വിരമിക്കൽ പ്രഖ്യാപിച്ചു. 22 വർഷങ്ങൾ നീണ്ട ഇതിഹാസ കരിയറിനാണ് താരം വിരാമം കുറിച്ചത്. 2 ഗ്രാൻഡ് സ്ലാം ഡബിൾസ് കിരീടങ്ങൾ നേടിയിട്ടുള്ള രോഹൻ ബൊപ്പണ്ണ തന്റെ 45-ാം വയസ്സിലാണ് ടെന്നീസിനോട് വിട പറയുന്നത്. ഡബിൾസിൽ മുൻ ലോക 1-ാം നമ്പർ താരം കൂടിയായിരുന്നു രോഹൻ ബൊപ്പണ്ണ. ഈ നേട്ടം സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരവും ആയിരുന്നു ഇദ്ദേഹം. കായികരംഗത്ത് എല്ലാവരുടെയും കണ്ണുകൾ ഇനി നമ്മുടെ വനിതാ ക്രിക്കറ്റ് താരങ്ങളിൽ ആണ്. അവർ കപ്പ് നേടുമോ എന്ന് നമുക്ക് നാളെ കാത്തിരുന്ന് കാണാം. ന്യൂസ് at 9 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പെട്രോളുമായി ടോം ചേരും. നമസ്കാരം.